ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്തിനു വേണ്ടിയായിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ത്തിൻ്റെ ഉറവിടമായ എൻ്റെ ഓരോ കസ്റ്റമേഴ്സും എനിക്ക് നൽകിയതായ ഓർഡേഴ്സ്. ഈ ഓർഡറിൽ എനിക്ക് ഒരു ഒരു കസ്റ്റമർ അവർ ഓർഡർ ചെയ്യുന്ന 35ാമത്തെ ഓർഡറാണ്. ഒരു കസ്റ്റമർ 35 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചു. വാവ്, ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് തിങ്. അതുപോലെ ഒരു 5 വർഷത്തിന് മുമ്പേ മേടിച്ചൊരു കസ്റ്റമർ ഇപ്പോഴും ഒന്ന് മേടിച്ചു. അത് നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഹാപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഓർഡേഴ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വീക്കിൽ കിട്ടിയ ഓർഡേഴ്സ്. ഇതിൽ പലതും നമ്മുടെ കൂടുതൽ ഇതിൽ വന്ന പ്ലാന്റ്സ് ആമ്പലുകളാണ്. ആമ്പലുണ്ട്, പിന്നെ താമര കുറച്ചുണ്ട്, പിന്നെ ഉള്ളത് കൂടുതൽ നമ്മുടെ ഫിഷസ്. അത് ഫിഷസാണ് അവിടെ ഇരിക്കുന്നത്. അത് 3 ഫിഷസാണ്. അത് ഒരെണ്ണം ഇത് വന്നിട്ട് നമ്മളിൽ നിന്ന് ഇവർ കുറേ പ്രാവശ്യം മേടിച്ചിട്ടുള്ളതാണ്. മിനിമോളെന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ്, അവൻ്റെ അമ്മയുടെ പേരാണത്. പിന്നെ അടുത്തത് നമ്മുടെ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിൽ പോകാനുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മുടെ കാസർഗോഡുള്ളതാണ്. ഇത് ഫിഷാണ്. അപ്പോൾ ഇത് 3 ഫിഷാണ്. ഇപ്പോൾ ഫിഷ് നമുക്ക് ഈ ആഴ്ച ഫിഷ് കുറവാണെങ്കിൽ പ്ലാന്റ് കൂടുതലായിരിക്കും. അത് എന്തോ കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു ദൈവം നൽകിയ ഒരു അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കും. നമുക്കിപ്പോൾ ഒരാഴ്ച ഇപ്പം ഫിഷ് ചില ആഴ്ച നമുക്കൊരു 20 ഓർഡേഴ്സ് കാണും. ബട്ട് ആ ടൈം നമുക്ക് പ്ലാന്റ്സിൻ്റെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഒരെണ്ണത്തിൽ എവിടെയെങ്കിലും തരും. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതാണ് ഒരു ബെറ്റർ എന്ന് പറഞ്ഞാൽ. ഒരെണ്ണത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ ആമ്പൽ അല്ലെങ്കിൽ താമര കൂടി നിൽക്കുന്ന ടൈം ഉണ്ടാവും. ഇപ്പോൾ പീക്ക് ടൈം നമുക്ക് ആമ്പൽ താമര വാട്ടർ പ്ലാന്റ്സിനാണ് ഇപ്പോൾ പീക്ക് ടൈം. ഇപ്പോൾ ഫിഷസ് ഒന്നും അത്ര പീക്ക് ടൈം അല്ല, കുറച്ച് കുറവാണ്. ബട്ട് ഇൻ കേസ് അടുത്ത് ഫിഷ് നമുക്ക് ഇപ്പോൾ ഇത് വരുന്ന സമയം ഇപ്പം അത് മെയിനായിട്ട് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ആമ്പലിൻ്റെ കുറേ വീഡിയോ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കട്ടക്കിടും. ആ ടൈമിൽ ആമ്പൽ കുറേ സെയിലാവും. പിന്നെ അടുത്ത് വീണ്ടും ഞാൻ കട്ടക്ക് പിടിക്കുന്നത് ഗപ്പീസാണ്. അത് കട്ടക്കി പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റോൾ ചെയ്ത് ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിക്കുന്ന വീഡിയോസും കൂടെ എൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനും കുറച്ച് അത്യാവശ്യം ഓൺലൈൻ ട്യൂഷൻസൊക്കെ അതുവഴി നമുക്ക് കുറച്ച് സെറ്റ് ആവുന്നുണ്ട്. കുറച്ച് വീസേ ഉള്ളെങ്കിലും ദൈവം നമുക്ക് അനുഗ്രഹിച്ച് പല കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പ്രാർത്ഥനയും പലരും കണ്ടിട്ട് സന്തോഷത്തോടെ ഇവിടെ എനിക്ക് അതിലേക്കാളും ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേര് അവരുടെ വീട്ടിൽ ഒരു ചെടിയുമില്ല, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവനക്കൊരു സപ്പോർട്ട് ആവട്ടെ എന്ന് പറഞ്ഞാൽ അവർ ചെടി വളർത്തി തുടങ്ങി. ഇന്ന് അവരതൊരു ബിസിനസ് വരെ ആക്കി തുടങ്ങി. ഓക്കെ, അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വേറൊരു കുറച്ച് പലരും കമൻറ്റ് ഇടുന്ന കാണുന്നുണ്ട്, മോനെ നിൻ്റെ സംസാരം കേട്ട് ആരും വാങ്ങിച്ചു പോവില്ല എന്നൊക്കെ. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഈ ശബ്ദം കൊള്ളില്ലെന്ന് പറഞ്ഞ പലരും ഉണ്ട്. അവരുടെ ഫ്രണ്ടിലേക്ക് എൻ്റെ ഈ ശബ്ദം കൊള്ളാം, ഈ ശബ്ദം കേട്ടുകൊണ്ട് വാഞ്ചി വരെ പോകുമെന്ന് പറയുന്ന ആൾക്കാർ എത്തുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, തുടർന്ന് നിങ്ങളിതുപോലെ ഓർഡർ ചെയ്യുക. ഈ പ്രാവശ്യം കിട്ടിയ ഓർഡേഴ്സ് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസുള്ള ഓർഡേഴ്സ് ഉണ്ട്. ഇത് രാജസ്ഥാനിലുള്ള ഓർഡറാണ് ഉണ്ട്. രാജസ്ഥാൻ നമ്മൾ അഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മധ്യപ്രദേശിൽ അയക്കുന്നുണ്ട്. മധ്യപ്രദേശ് ലാസ്റ്റ് ടൈം എനിക്ക് ഇടയ്ക്ക് ഒരു ഓർഡർ കിട്ടിയിരുന്നു. അത് സെക്കൻഡ് ടൈം മധ്യപ്രദേശിൽ അയക്കുകയാണ്. ദൈവം ഇതൊക്കെ പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത് ഇത് വന്നിട്ട് പീച്ചി, അതൊക്കെ തൃശ്ശൂർ. പിന്നെ ഇതൊക്കെ തൃപ്പലിയാണ്. തൃപ്പലി അത്യാവശ്യം സൈസുള്ളതാണ് നമുക്ക് പ്ലാന്റ്. ഇതിനകത്ത് ഇനി എടുക്കുന്നതല്ല, അതിൽ നിന്ന് കുറേ ഓർഡേഴ്സ് അതിനകത്ത് ഒരുപ്പുണ്ട്. അതും ഇതുപോലെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലെനിക്കിപ്പോൾ ഇത് 2 സ്പീഡ് പോസ്റ്റാണ് ഞാൻ അയക്കുന്നത്. കാരണം അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് നോർമലി DTDCയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 300-400 ആവും. കസ്റ്റമറിനെ നിന്ന് എനിക്കത് മേടിക്കുന്നതിന് താല്പര്യമില്ല. ഒരു 150, ഒരു 200-നകത്താവും. 250 ആയാൽ പോലും ഞാനാണ് കൊടുക്കുന്നത്. ബാക്കി അമൗണ്ട് കസ്റ്റമറിനെ മേടിക്കാറില്ല. ഇതൊരു അടിപൊളി കസ്റ്റമറാണ്. ഈ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു 30,000-ൻ്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്കായി കറക്റ്റ് സമയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് 20,000-30,000-ൻ്റെ ഓർഡർ കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പ്ലാൻസും എൻ്റെ ഈ ലോഗോവും ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക. ഇപ്പോൾ നമ്മൾ ഓഫർ റേറ്റിൽ വെറും 100 രൂപയ്ക്ക് ആമ്പലിൻ്റെ ട്യൂബേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ കരുതിയില്ല കുറച്ചൊക്കെ സെയിലായി പോകുന്നു. ബട്ട് ഒരു എമൗണ്ട് വരെ സെയിലായി. ബട്ട് ഇനി എനിക്ക് അമേരി പിയോണി കുറേ ഇരിപ്പുണ്ട്. അമേരി പിയോണി അനങ്ങിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കനിവോട് കൂടെ അനങ്ങണം. കാരണം അമേരി പിയോണി അമേരിക്കയിലേക്കൊക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് എപ്പോഴും ഫ്ലവർ ആവുന്ന വെറൈറ്റിയാണ്. യെല്ലോ പിയോണി അത്യാവശ്യം കുറച്ച് സെയിലായിട്ടുണ്ട്. ഐ തിങ്ക് റെഡ് പിയോണി, അമേരി പിയോണി കുറേ ഇരിപ്പുണ്ട്. വലിയ ട്യൂബേഴ്സ് തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്യുക, 100 രൂപയ്ക്ക് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആ വലിയ പ്ലാന്റാണ് ഞാൻ തരാം. അത്യാവശ്യം നല്ല നീളമുണ്ട്, വലുതാണ്. എനിക്കത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് സെയിലാക്കി തീർക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് അവർക്ക് സെയിലാക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സുകൾ കുറച്ചൊക്കെ വേറെ ആൾക്കാരുടേതാണ്. മീൻസ് എൻ്റെ അപ്പൂപ്പൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ എൻ്റെ പ്ലാൻസാണ്, എൻ്റെ പ്ലാൻസ് ഫിഷസും. ബാക്കി അവരുടെയും കുറച്ച് ഇതിൽ കയറി പോകുന്നുണ്ട്. അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ബൈ ദ ഹെൽപ്പ് ഓഫ് മൈ ചാനൽ. നിങ്ങളുടെ ഓരോരുത്തരിലൂടെ, എന്നെ കാണുന്ന വ്യൂസിലൂടെ. അപ്പോൾ എൻ്റെ ബിസിനസ് ഞാൻ ഈ ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. 2 കാര്യങ്ങളുണ്ട്, ഗപ്പീസും പ്ലാൻസും. ആ ഒരു വെറൈറ്റിയിൽ ഞാനിപ്പോൾ 2 കാര്യം ചെയ്യുന്നുണ്ട്. ഇതിലാണ് എനിക്ക് പിടിച്ചു പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നതായിട്ടുള്ള നമ്മളിലുള്ള ഇത്രയും ഓർഡേഴ്സിന് എനിക്ക് ഇന്നിപ്പം
ഐ തിങ്ക് DTDC ആണെങ്കിൽ എനിക്കൊരു 2 മണിക്കൂറിൽ കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ പോസ്റ്റും പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് ആ ഫിഷസ് എനിക്ക് ഒരു പ്രൊഫഷണൽ ഒരു 5 മണിക്കുള്ളിൽ അവിടെ കൊണ്ടെത്തിക്കണം. ആ ഒരു ലെവലിലാണ് ഇതെല്ലാം നമുക്ക് പോകുന്നത്. അതിൽ ഫിഷ് എനിക്ക് വിശാഖപട്ടണത്തിൽ ലാസ്റ്റ് ടൈം അയച്ചപ്പോൾ അവർക്കൊരു 8-ാം ദിവസമൊക്കെയാണ് എത്തിയത്. ബട്ട് അന്ന് ഫിഷ് ഓക്കെ ആയിരുന്നു. ബട്ട് അതവർക്ക് ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫിഷ് ചത്തുപോയി. അപ്പോൾ അവർക്ക് റിട്ടേൺ അയക്കുന്നതാണ് ഞാൻ. അവരതിന് എമൗണ്ട് പേ ചെയ്ത് ഒരു 100 റുപ്പീസ് എന്തോ അവരുടെ കൊറിയർ ചാർജാണ് പേ ചെയ്തത്. ബാക്കി എമൗണ്ട് ഇനി അവരുടെ അടുത്ത് കൂടുതൽ ചോദിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. സോ എന്തായാലും ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് എനിക്ക് 180 ആവും, കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് കുറേ ഓർഡേഴ്സ് കിട്ടുന്നതിലൂടെ നമുക്ക് വീണ്ടും നമ്മൾ വിശ്വസിച്ച് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ സഹായിക്കണം. ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ നമുക്കൊരു 100 രൂപ കിട്ടിയാൽ പോലും കൊറിയർ ചാർജ് കാരണം പാക്കിങ്ങും ബാക്കിയെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു 100 രൂപയ്ക്ക് വെർത്തല്ല, ബട്ട് വെർത്താണ്. ആ ഒരു കസ്റ്റമറിന് അവർക്കുണ്ടാകുന്ന സന്തോഷം. അവർ ചിലപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം ഒരു പ്ലാന്റ് ഓഫ് ഫിഷ് ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി അവർ ഓർഡർ ചെയ്യില്ല. ബട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പുതിയ ഓർഡേഴ്സായിട്ട് നമുക്ക് വീണ്ടും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ദൂരോട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് അതിൽ നമുക്ക് റിട്ടേൺ വരുന്നതെന്ന് പറഞ്ഞാൽ, റിട്ടേൺ മീൻസ് സെക്കൻഡ് ടൈം അയക്കുന്നത്. സെക്കൻഡോ തേർഡ് ടൈമാണ്. ഓക്കെ, സെക്കൻഡ് ടൈമോ തേർഡ് ടൈമാണ്. ആദ്യത്തെ ഓക്കെ ആയിരുന്നു, സെക്കൻഡിൽ പ്രോബ്ലം വന്നു. അടുത്ത തേർഡിൽ അവർ വീണ്ടും അയക്കാൻ വേണ്ടി പറഞ്ഞു. അതൊരു ഐ തിങ്ക് ഒരു കുറച്ച് ദിവസം എടുത്തു, എനിക്ക് അയക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. പിന്നെ വീണ്ടും അതിന് വേണ്ടി ഞാനിപ്പോൾ കുറേ ദിവസം അവർ 2024 ഡിസംബർ ടൈമിലാണ് വീണ്ടും സെക്കൻഡ് അയക്കാൻ പറഞ്ഞത്. ആ ടൈമിൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ച് ടൂറും പരിപാടികളൊക്കെ ആയിട്ട് പോയിരുന്നു. അതും നിങ്ങൾ ഓരോരുത്തർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ടൂറൊക്കെ പോകാൻ വേണ്ടി പറ്റിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ ഇനി കൂടുതൽ എന്നൊരു വെയിലത്തി സാധനങ്ങൾ വെച്ചിരിക്കുന്നില്ല. കാരണം ഫിഷസ് ഒക്കെ വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ടെമ്പറേച്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സീനാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പോകാനുള്ളതാണ്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ പറയുമായിരുന്നു, വാവ് ഞാൻ പോകുന്നില്ലെങ്കിലും എൻ്റെ പ്ലാൻസൊക്കെ പോകുന്നല്ലോ എന്ന് പറയും. ബട്ട് ഈ പ്ലാൻസ് സെയിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ തന്നെ സ്വന്തമായി ഞാൻ തന്നെ ചെയ്ത എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ ഈ ബിസിനസ് കൊണ്ട് തന്നെ എനിക്ക് ഈ പ്ലാൻസുകൾ പോയതുപോലുള്ള ദൂരങ്ങൾ എനിക്കും താണ്ടാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ത്യയിൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഞാൻ ട്രാവൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു കണ്ടീഷനിൽ ബൈ ദ ഹെൽപ്പ് ഓഫ് ദിസ് ആമ്പൽ, താമര, പിന്നെ ഗപ്പീസ്, ഇവർ ഓരോരുത്തരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അവിടെ പോയിരുന്ന ടൈമിൽ അവർ ഓരോരുത്തരാണ് എൻ്റെ ഫിഷസിനെയും പ്ലാന്റ്സിനെയും എല്ലാം നോക്കിയത്. സോ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ അതുപോലെ ഈ ഓരോ വ്യൂവേഴ്സും, കാരണം ഞാനിപ്പോൾ ആ യാത്ര പോയിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ എനിക്കൊരു 5000-6000 രൂപ ഓർഡേഴ്സ് എനിക്ക് വന്നു. പിന്നെ അതുപോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ എനിക്ക് ആ ട്രിപ്പിന് വേണ്ടിയുള്ളൊരു ഹാഫ് എമൗണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി എനിക്ക് അതും ഒരു സോഴ്സ് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടി. ഏകദേശം 30,000 രൂപയായി. അതിൻ്റെ ഹാഫ് എമൗണ്ട് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് വന്നു. അത് യൂട്യൂബ് തന്ന പേയ്മെൻറ്റ് ഗൂഗിൾ ആഡ്സൻസ് ഒന്നുമല്ല, അത് വേറൊരു പേയ്മെൻറ്റാണ്. എൻ്റെ ഈ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ എൻ്റെ ഈ ആഗ്രഹങ്ങളിൽ നിന്നും കണ്ട് പ്രവർത്തിച്ച ഒരാളുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് അവർക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ താല്പര്യമില്ലാതെ ആരെങ്കിലും ആളുകൾ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ സഹായിക്കുന്നവരുണ്ട് ഒത്തിരി പേര്. അപ്പോൾ ഞാനത് പറയുന്നില്ല, എൻ്റെ കണ്ണൊക്കെ നിറയും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സും എനിക്ക് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ജേണി സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് കിട്ടി. എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി പറ്റി. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഡോണ്ട് വെയിറ്റ് ഫോർ ലക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ ഹാർഡ് വർക്ക് വി ക്യാൻ. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്, എന്തുണ്ട് ബി കൂൾ. നമുക്ക് എന്തുണ്ട് അതിലേക്ക് മുന്നേറുക. എന്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ആ ഇല്ലാത്ത കാര്യത്തിന് നേടിയെടുക്കാൻ വേണ്ടി എപ്പോഴും മറ്റുള്ളവർ ഉറങ്ങുന്ന ടൈമിൽ നമ്മളവിടെ വർക്ക് ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, സങ്കടപ്പെട്ടോ, ചെയ്യാതെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. സോ അതുപോലെ ചെയ്യുക. വി ക്യാൻ. ബൈ ബൈ. ദിസ് ഈസ് ആരൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. അതിന് മുമ്പ് ഓർഡർ ചെയ്യാനുള്ളവർക്കുള്ള നമ്പർ 9809806874. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാണ്, പാവം ചെക്കനല്ലേ എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടേ, 100 രൂപയ്ക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യ്. ബൈ ബൈ.